ിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ എസ് കെ സതീഷ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലം ഒരു ഇരുണ്ട കാലമായിരുന്നു, പിണറായി വിജയന്റെ കാലം വലിയ വെളിച്ചമുള്ള കാലമാണ്, എല്ലാവർക്കും വലിയ വികസനം നൽകിയെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നമ്പൂതിരിപ്പാടാണല്ലോ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാരുടെ കാലം കേരളത്തിന്റെ നിയമസഭക്കകത്ത് കൃത്യമായ ചോദ്യത്തിന്, നിയമസഭാ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് 60 വർഷക്കാലം കേരളത്തിന്റെ 21 മുഖ്യമന്ത്രിമാർ ഭരിച്ച 60 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന്റെ ആകെ കടം 1.75 ലക്ഷം കോടി രൂപയാണ്. അത് സഭാരേഖയാണ്, ഞാൻ വെറുതെ പറയല്ല. എന്നാൽ 2014 ശ്രീ പിണറായി വിജയൻ ഭരിച്ചു മുതൽ 2025 വരെയുള്ള കണക്ക് RBIയുടെ റിപ്പോർട്ട് പ്രകാരം 4.3 ലക്ഷം കോടി രൂപ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഏകദേശം 5 ലക്ഷം കോടിയുടെ മുകളിലായിട്ടുണ്ടാവും. 60 വർഷക്കാലം കേരളത്തിന്റെ വിവിധ മുഖ്യമന്ത്രിമാർ, 21 മുഖ്യമന്ത്രിമാർ, വിവിധ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുള്ള കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന കടബാധ്യതയേക്കാൾ 2 ഇരട്ടി കടബാധ്യത 10 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ കാലത്തുണ്ടായി. ശരി, അതിനനുസരിച്ചുള്ള വികസനം കേരളത്തിൽ നടന്നോ? അത് മറുപടി പറയണം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലം മാത്രം നിങ്ങൾ എടുക്ക്. വിഴിഞ്ഞം പോർട്ട് പോലത്തെ ഒരു പദ്ധതിയെ ഉമ്മൻചാണ്ടി സാർ മുന്നോട്ട് വെച്ചു. അതുപോലെ പുതിയൊരു പദ്ധതി പിണറായി വിജയൻ മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞോ? കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുന്നോട്ട് വെച്ചു. കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ പുതിയ മെട്രോ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞോ? കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുന്നോട്ട് വെച്ചു. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും പുതിയൊരു എയർപോർട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമായോ? ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 36 കോളേജ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ശ്രീ BK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ മുന്നോട്ട് വെച്ചു. ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ, എന്നിട്ട് പറയാം, അതിലേക്ക് വരാം. അതിന് മുമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 36 ഞങ്ങൾ കൊണ്ടുവന്നു. 36 ഗവൺമെന്റ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗവൺമെന്റ് തലത്തിലോ എയ്ഡഡ് തലത്തിലോ കൊണ്ടുവന്നു. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നത് എസ് കെ സതീഷിന് പറയാൻ കഴിയും. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ്, 2 വേണ്ട, 1 വേണ്ട, ഞങ്ങൾ പുതിയ 2 സർവകലാശാലകൾ കൊണ്ടുവന്നു. എന്നാൽ ഒരു പുതിയ സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന 100-ൽ താഴെ മാത്രം കുട്ടികൾ പഠിക്കുന്ന ഒരു തട്ടിക്കൂട് സർവകലാശാല അല്ലാതെ ഈ 10 വർഷം കൊണ്ട് ഒരു മുഖ്യധാര സർവകലാശാല കൊണ്ടുവന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയോ? നമുക്കറിയാം 140 MLA കേരളത്തിലുണ്ട്. MLA ആസ്തി വികസന ഫണ്ട് 5 കോടി. അതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട നിയോജക മണ്ഡലത്തിലൊക്കെ വികസനം എന്ന് പറയുന്നത്. അത് 5 കോടി രൂപയാക്കിയത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് 5 കോടി 1 രൂപയായി വർദ്ധിപ്പിക്കാൻ പിണറായി വിജയന്റെ കാലത്ത് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഈ അവസാന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, 5 കോടി 1 രൂപയെ വർദ്ധിപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം +2 സീറ്റ് എസ് കെ സതീഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ മലബാറിലെ വലിയ പ്രശ്നമാണ്. അവസാനം അവതരിപ്പിച്ച ഒരു ബജറ്റിൽ പോലും +2 സീറ്റ് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടായോ? ഉണ്ടായില്ല. പുതിയ സ്ഥിരം ബാച്ച് കൊടുത്തോ? കൊടുത്തില്ല. പുതിയ സ്കൂൾ അനുവദിച്ചോ? അനുവദിച്ചില്ല. അവസാനം അനുവദിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അവസാനം ബാച്ച് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അപ്പൊ എന്ത് വികസനം നടത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ട് ഉണ്ടായ കടത്തിനേക്കാൾ ഇരട്ടിയിലധികം കടം ഉണ്ടാകുമ്പോ ആ കടം ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്രദമായി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം ഇരുണ്ട കാലമാണ് എന്ന് പറയുമ്പോ നിങ്ങളുടെ വെളിച്ചമുള്ള കാലത്ത് വികസനത്തെ കുറിച്ച് ജനങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി സംഗതി ആഗ്രഹിക്കുന്നുണ്ട്, പ്രൊഫഷണലിസം എന്ന് പറയുന്ന സംഗതി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല, പറ്റുന്നുമില്ല. അതെന്താ ചോദിക്കുന്നത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം, അതിന് ചേർത്ത് വെക്കാം. നേരത്തെ എസ് കെ സതീഷ് കൊടുത്തതിന്റെ പകുതി സമയം എനിക്ക് മതി. ഇനി ഞാനും സതീഷ് ഇവിടെ വന്നിരുന്ന് വാഗ്വാദത്തിന് വേണ്ടി ചില കണക്കുകൾ മാത്രം പറയണ്ടല്ലോ. നമുക്ക് മുമ്പിൽ രേഖകളുണ്ട്. ഇപ്പൊ എസ് കെ സതീഷ് പറയാണ് ജനങ്ങൾ വളരെ കംഫർട്ടാണ്. അതാണല്ലോ ഇവരുടെ വാദം. ആണോ? ഇവിടെ ഇരിക്കുന്നവർ പരിശോധിക്കട്ടെ. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾ മൊബൈൽ ഫോണിൽ പരിശോധിക്ക്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സ്റ്റേറ്റ് ഏതാ? കഴിഞ്ഞ 13 മാസമായി വിലക്കയറ്റമുള്ള സംസ്ഥാനത്തിൽ 1ാം സ്ഥാനം കേരളമാണ്. ഞങ്ങളുടെ കണക്കല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ കണക്കാണ്. ഇപ്പോ നമ്മൾ 2ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് സജീഷ്? അതിൽ ഇന്ന് നമ്മൾ 2ാം സ്ഥാനത്താണ്. വിലക്കയറ്റത്തിൽ കഴിഞ്ഞ 13 മാസം നമ്മൾ 1ാം സ്ഥാനത്താണ്. കണക്ക് ഞങ്ങളുടേതല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റേതാണ്. പോട്ടെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലം പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സിന്റെ കണക്ക് പ്രകാരം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 7.4 UDFന്റെ കാലത്ത്. ഇപ്പൊ എത്രയാ? 10.3. യുവാക്കൾ ഏറ്റവും സേഫ് ആയിട്ടാണോ നിങ്ങളുടെ ഭരണത്തിലുള്ളത്? നിങ്ങൾ പറ. യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 22%. നിങ്ങളുടെ കാലത്ത് 41%. ഇവിടെ 100 ചെറുപ്പക്കാർ നിൽക്കുമ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിൽ 78 ചെറുപ്പക്കാർക്കും ജോലി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അതിൽ 41% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഞങ്ങൾ പറയുന്ന കണക്കല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിക്സിലെ കണക്കാണ്. ആ തൊഴിലായ്മയുടെ ജനങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ വികസനം നടത്തിയെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോ ഞാൻ പറയുന്നത് ഇന്ന് കണ്ട സ്ക്രീനല്ല, ജനങ്ങൾ അനുഭവിച്ചതിനാണ് വോട്ടുണ്ടാവുകയെങ്കിൽ നിശ്ചയം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരം. 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ സഖാക്കള് ഇന്ന് വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയുന്ന ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താണത്? എന്താണ്? കൊച്ചി മെട്രോയാണോ? വിഴിഞ്ഞം പോർട്ടാണോ? അല്ലെങ്കിൽ അങ്ങനെ വല്ല വികസന പ്രവർത്തനങ്ങളുമാണോ? ഇതൊന്നുമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. വലിയ കാര്യം. എന്താണ്?
രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വലിയ കാര്യമായിട്ട് പറയുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്തു, 10 വർഷത്തെ നേട്ടം. 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ, ആ വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ച രാഷ്ട്രീയ എതിരാളിയെ ഞങ്ങൾക്ക് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്ത പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലെത്തിക്കണം. എന്തിനാ? രാഹുലിനെ തൂക്കിക്കൊല്ലാൻ. രാഹുലിനെ അറസ്റ്റ് ചെയ്ത പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലെത്തിക്കണം. എന്തിന്? രാഹുലിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? വേറൊന്നും ചെയ്യാനില്ല. പിന്നെന്ത് ചെയ്യാനുണ്ട്? പിന്നെ വീണയുടെ, ഏത് വീണയുടെ? മകൾ വീണയുടെ. ഏത് വീണ? മരുമോൻ മുഹമ്മദ് റിയാസിന് കെട്ടിച്ചു കൊടുത്ത മകൾ വീണയുണ്ടല്ലോ, ആ വീണയുടെ മരുമോൻ്റെ വിവേകിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾക്ക് വലിയ വളർച്ചയുണ്ടായി. ഏത് അക്കൗണ്ടുകൾക്ക്? ബാങ്ക് അക്കൗണ്ടുകൾക്ക്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ബിസിനസ്സുകൾ വലിയ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. അതാണ് മറ്റൊരു നേട്ടം. പിന്നെ എന്താണ് നേട്ടം? പിന്നെ അയ്യൻ്റെ പൊന്ന് കട്ടതൊക്കെ ലണ്ടനിലേക്കും ദുബൈയിലേക്കും അതിൻ്റെ കട്ടും ഉരുക്കി വിറ്റ് കിട്ടിയ കാശ് കടന്നിരിക്കുന്നത് ലണ്ടനിലേക്കും ദുബൈയിലേക്കും ഒക്കെയാണ്. അപ്പോൾ ഏറ്റവും വലിയ നേട്ടം എന്താണ്? 10 വർഷക്കാലം. 10 വർഷക്കാലത്തെ നേട്ടം രാഹുൽ മാങ്കൂട്ടം എടോ വിജയ എന്ന് മുഖത്തു നോക്കി വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് ഒരു തവണ കൂടി അവസരം തരണം. എന്തിനാണത്? രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊല്ലാൻ. എന്നാൽ രാഹുൽ ചെയ്ത തെറ്റെന്താണ്? രാഹുൽ വലിയ പീഡകനാണ്. എന്നാ പീഡകരായിട്ടുള്ള എല്ലാവരെയും പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യോ? ഇല്ല, ആരെയും അറസ്റ്റ് ചെയ്യില്ല. രാഹുലിനെ മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ. അത് അയാൾ പീഡകനല്ല, അയാൾ ബലാത്സംഗ വീരനല്ല എന്നും ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്തിനാ അയാൾ അറസ്റ്റ് ചെയ്യുന്നത്? അയാൾ രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ചു. ഏതാണ് ആ വിജയൻ? ആ വിജയൻ രാവിലെ തൂറിയിട്ട് തീട്ടമിങ്ങനെ നീട്ടും, അത് അടിമകൾ നക്കും. അങ്ങനെയുള്ള രാജാവായിട്ടുള്ള പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന രാജാവിൻ്റെ തീട്ടം നക്കുന്ന അടിമകൾക്ക് മുന്നിൽ ജീവിക്കുന്ന ഈ പറയുന്ന പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ടാണ് എടോ വിജയ എന്ന് വിളിച്ചത്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അയാളെ തൂക്കിലേറ്റണം. ഇനി മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വരണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നടന്നിരിക്കുന്ന കാര്യം എന്താണ്? കക്കുക, നക്കുക, മുക്കുക. കക്കുക, അയ്യൻ്റെ പൊന്ന് കക്കുക, അത് നക്കുക, എന്നിട്ട് അത് തൂറുക, അത് അടിമകൾക്ക് നക്കാൻ കൊടുക്കുക. വീണ്ടും കക്കുക, അയ്യൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ കക്കുക, അത് വിൽക്കുക, അത് നക്കുക, എന്നിട്ട് അത് തൂറിയിട്ട് ആ തീട്ടം അടിമകൾക്ക് നക്കാൻ കൊടുക്കുക. അയ്യൻ്റെ കട്ടിലപ്പാളിയിൽ അത് കക്കുക, അത് വിൽക്കുക, അത് നക്കുക, എന്നിട്ട് തൂറിയിട്ട് ആ തീട്ടം അടിമകൾക്ക് നക്കാൻ കൊടുക്കുക. അതാണ് കക്കുക, വിൽക്കുക, നക്കുക, കക്കുക, വിൽക്കുക, നക്കുക. ഇതൊരു സൈക്കിളാണ്. കള്ളം, ഈ പറയുന്ന കളവ്, വിൽപ്പന, അടുത്ത നക്കല്, തീറ്റ. അയ്യൻ്റെ പൊന്നുകെട്ട്, രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കി, ദുരിതാശ്വാസ ഫണ്ടിൽ കൈയിട്ട് വാരി, അല്ലേ അയ്യൻ്റെ പേരിൽ അയ്യപ്പ സംഗമം നടത്തി, ആഗോള അയ്യപ്പ സംഗമം. ആര് പറഞ്ഞതനുസരിച്ച്? പയ്യന്നൂരിലെ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച്. അങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. അതിൻ്റെ കണക്ക് പുറത്തു വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അടിമുടി മുക്കൽ. അപ്പം നിങ്ങൾ നോക്കുക, അയ്യൻ്റെ പൊന്ന്, അയ്യൻ്റെ സ്വത്ത്, രക്തസാക്ഷി ഫണ്ട്, ദുരിതാശ്വാസ ഫണ്ട് എല്ലാം കക്കുക, മുക്കുക, നക്കുക, വീണ്ടും നക്കുക. കക്കുക, മുക്കുക, തൂറുക, വീണ്ടും നക്കുക. കക്കുക, മുക്കുക, തൂറുക, വീണ്ടും നക്കുക. ഇതാണ് മൂന്നാമതും അധികാരത്തിലേക്ക് വരണം. എന്തിനാ അധികാരത്തിലെത്തുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ തൂക്കിലേറ്റണം. ഞങ്ങൾ സ്ത്രീ സംരക്ഷകരാണ്. പക്ഷേ ആശ ആച്ചി ജോസഫ് എന്ന് പറയുന്ന ആൾ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ പരാതി നൽകിയപ്പോൾ സ്ത്രീ സംരക്ഷണം ഉണ്ടായില്ല. ഉണ്ടായോ? ഇല്ല. ഗണേശൻ്റെ രണ്ടാം ഭാര്യ, ആദ്യ ഭാര്യ എങ്ങനെയാണ് ഇറങ്ങിപ്പോയത്? വ്യഭിചാരം കണ്ട് സഹിക്കവയ്യാതെ തൻ്റെ വളർന്നു വരുന്ന മക്കൾ കൂടി ഈ വ്യഭിചാരം കണ്ട് ജീവിക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലായപ്പോൾ മക്കളെ കൈപിടിച്ച് യാമിനി തങ്കച്ചി ഇറങ്ങി.
ആ വേക്കൻസിയിലേക്ക് നടന്നു കയറിയ വ്യക്തിയാണ് ബിന്ദു മേനോന്. ബിന്ദു മേനോനും തദൈവ ഇത് തന്നെ കാണേണ്ട ഒരു ഗതികേട്. വീട്ടിൽ വന്ന് നോക്കിയാൽ ഇത് മറ്റേ നമ്മൾ ബോംബെയിലും കൊൽക്കത്തയിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള റെഡ് സ്ട്രീറ്റുകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു വീടായി ഈ പറയുന്ന വാളകത്തെ കീഴൂട്ട് വീട് മാറിയിരിക്കുന്നു. വ്യഭിചാരശാലയാണ്. ആ വ്യഭിചാരശാലയിൽ നിന്ന് ആർക്കും അനുഭവമുണ്ടായി? ബിന്ദു മേനോനും. പോലീസിനെ വിളിച്ചു, രക്ഷയുണ്ടോ? പിന്നെ അവസാനം എന്ത് കിട്ടി? ചക്കിക്കൊത്ത ചങ്കരനായതുകൊണ്ട് ചില എക്സ്പോർട്ട് ലൈസൻസുകൾ, ബിസിനസ്സുകൾ, സർക്കാരിൻ്റെ ചില എക്സ്പോർട്ട് ബിസിനസ്സുകൾ ലഭിച്ചതുകൊണ്ട് അതുകൊണ്ട് തൃപ്തിപ്പെട്ടു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ. എക്സ്പോർട്ട് ബിസിനസ്സാണ്. അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല, അതോടെ നിൽക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ് സർക്കാരിൻ്റെ നേട്ടം? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കേരളത്തിൻ്റെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളം മറ്റു മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 1,75,00,000 രൂപയാണ്, പൊതുകടം. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2025 അവസാനത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് 5 കോടി രൂപയായി ആ പൊതുകടം വർദ്ധിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 1,25 ലക്ഷം, 1,3,4 ലക്ഷം ഉണ്ടായിരുന്ന കടം 5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 3,25,00,000 രൂപയുടെ വർധനവ് ആ പൊതുകടത്തിൽ ഉണ്ടായിരിക്കുന്നു. ലക്ഷം കോടികളാണ്. 3,25,00,000 കോടികൾ. 3,25,00,000 രൂപയല്ല കടം, 3,25,00,000 കോടികളുടെ വർധന എന്ന് പറഞ്ഞാൽ എത്ര പണമാണ് വർദ്ധിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത്രയും കടം വർദ്ധിച്ചിരിക്കുന്നു. ഈ കടം വർദ്ധിച്ചിട്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു? അതാണ് ഞാൻ പറഞ്ഞത്, കക്കുക, മുക്കുക, നക്കുക, എന്നിട്ടത് തൂറുക, തൂറിയിട്ട് തീട്ടം ഈ പൊതുമുതലും അയ്യൻ്റെ സ്വത്തും രക്തസാക്ഷി ഫണ്ടും ഒക്കെ നക്കി തൂറിയിട്ട് ആ തീട്ടം അടിമകൾക്ക് നക്കാൻ കൊടുക്കുക. അതാണ് പിണറായി വിജയൻ്റെ ശൈലി. അപ്പോൾ ഇത്രയും ലക്ഷം കോടികൾ, ഇത്രയും കോടി ലക്ഷങ്ങൾ, 4.5 ലക്ഷം, 5 ലക്ഷം കോടികൾ, 5 ലക്ഷം അല്ല 5 കോടി കോടികൾ, 5 കോടി, 4 കോടി. അപ്പോൾ ഇത്രയും വലിയ ഒരു എമൗണ്ട് കടമുണ്ടാക്കിയിട്ടിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായോ? ഇല്ല. തൊഴിലുണ്ടായോ? ഉണ്ടായില്ല. ബിസിനസ് ഉണ്ടായോ? ഉണ്ടായില്ല. ബിസിനസ് ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത്. ആർക്ക് ബിസിനസ്? വിവേകിന്, വീണക്ക്, പിണറായി വിജയന്. പിണറായി വിജയൻ ന്യൂയോർക്കിൽ വീട് വരെ ആയിട്ടുണ്ട്. സ്വന്തമായിട്ട് വീട് വരെ ന്യൂയോർക്കിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആര്? പിണറായിലെ വിജയൻ. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ഉണ്ടായത്? വളരെ കൃത്യമായിട്ട് PK നവാസിൻ്റെ മറുപടിയാ. വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ കൃത്യമായിട്ട് 10 വർഷം എന്തുണ്ടായി? ഇത്രയും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമുക്കൊരു വലിയ കടമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ കടത്തിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടാകും. ഒന്നില്ലെങ്കിൽ അയാൾ ഒരു വീട് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മകളുടെ വിവാഹം നടത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിയിട്ടുണ്ടാകും, അല്ലേ? എന്തെങ്കിലും ഒരു 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 ഇത് കാണുമല്ലോ. നമുക്ക് അത്രമാത്രം ഒരു ഈ പറയുന്ന കടമുണ്ടാവുകയാണെങ്കിൽ അതിന് മാത്രമുള്ള എന്തെങ്കിലും ഒന്ന് കാണാൻ ഉണ്ടാവണമല്ലോ. ഇത് കോടിക്കണക്കിന് ലക്ഷങ്ങളുടെ കോടിക്കണക്കിന് കടമുണ്ടായി വരുമ്പോൾ ഇത്രയും വലിയ പൊതുകടമുണ്ട്. എന്നാലോ മറ്റുള്ള മുഖ്യമന്ത്രിമാരാരും ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ കടങ്ങളൊക്കെ ഉണ്ടായി? വളരെ കൃത്യമല്ലേ? ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഈ കടങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കണം. പിന്നെ റോഡും പാലങ്ങളും, സുധാകരൻ പറഞ്ഞ പോലെ റോഡും പാലങ്ങളൊക്കെ ആർക്കും ഉണ്ടാക്കും, അല്ലേ? റോഡും പാലങ്ങളും ഉണ്ടാകും. റോഡും പാലങ്ങളും ഒക്കെ എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. EMSൽ തുടങ്ങി ഇങ്ങോട്ട് വന്ന എല്ലാ സർക്കാരിൻ്റെ കാലത്തും റോഡും പാലങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ റോഡും പാലങ്ങളിലും മാറ്റം ഉണ്ടാകും. എന്തുകൊണ്ടാ? ഓരോ 5 വർഷം കഴിയുമ്പോഴും ലോകം മാറുകയാണ്. ഓരോ സെക്കൻഡിലും 2016 ഉണ്ടായ ലോകമാണോ 2026 ഉള്ളത്? അല്ലല്ലോ. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? അതിൻ്റെ മാറ്റങ്ങൾ റോഡിലും പാലങ്ങളിലും ഉണ്ടാകും, ലൈഫ് സ്റ്റൈലിലും ഉണ്ടാകും, എല്ലാത്തിലും ഉണ്ടാകും, അല്ലേ? നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 2016 ലോകത്തുണ്ടായ കാര്യങ്ങൾ 2026 നമ്മുടെ നാട്ടിലെത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകത, അല്ലേ? അല്ലാതെ ഒന്നുമില്ല. 2026 എന്തെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ, കേരളത്തിലുണ്ടോ? ഇല്ല. നമ്മുടെ കേരളത്തിലുള്ളത് 2016 അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്
ഇത്രയും കോടി രൂപകൾ പൊതുകടം 4 സംതിങ് കോടി 4 കോടി 4.5 കോടിയോളം രൂപ 5 കോടി ലക്ഷം രൂപയുടെ കടം 5 കോടി ലക്ഷം രൂപയുടെ കടത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുകടം വന്നു ചെന്നിട്ടുണ്ടെങ്കിൽ 5 കോടി ലക്ഷം രൂപയുടെ കടമാണ്. 5 കോടി ലക്ഷം രൂപയുടെ കടം. അങ്ങനെ ഒരു കടത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദി ആരാണ്? ഇങ്ങനെ കടമുണ്ടായതുകൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? തൊഴിലില്ലായ്മ അല്ലെങ്കിൽ എന്തിന് നമ്മുടെ ഏറ്റവും ദുരന്തമായ ഒരു അവസ്ഥയിലേക്കല്ലേ, പിന്നോട്ടല്ലേ നമ്മൾ പോയിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 10 വർഷത്തിന് മുൻപ് എപ്പോഴെങ്കിലും കേരളത്തിൽ കത്രിക വയറ്റിൽ തുന്നിക്കെട്ടി മുട്ടുകാലിന് അസുഖക്ക് ചികിത്സക്ക് പോയപ്പോൾ കണ്ണ് ചുകഴ്ന്നെടുത്തു. ഇതൊക്കെ കേരളത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കൂട്ടിരിപ്പിന് പോയാൽ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്നു. ഉണ്ടായിട്ടുണ്ടോ? നെഞ്ചുവേദനയുമായി വന്നിട്ട് ആൾ ഒരു CPR പോലും ലഭിക്കാതെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ എപ്പോഴും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ മുന്നോട്ടാണോ നമ്മൾ പിന്നോട്ടാണോ? ഈ പിന്നോട്ടുള്ള യാത്രയിലും എങ്ങനെയാണ് ഈ കോടി ലക്ഷങ്ങൾ 5 കോടി ലക്ഷങ്ങളൊക്കെ ഒരു പൊതുകടമായി മാറുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. 1.75 എന്നാണ് 5 കോടി ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്, 1.75 നിന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൗണ്ടാക്കി അങ്ങോട്ട് പറയാം, 2 കോടി ലക്ഷത്തിൽ നിന്ന് 5 കോടി ലക്ഷത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചു 10 വർഷം കൊണ്ട്. ഈ 2 കോടി ലക്ഷം കടമുണ്ടായത് എപ്പോഴാ? കഴിഞ്ഞ 60 കൊല്ലം കൊണ്ടാണ് 2 കോടി ലക്ഷം കടമുണ്ടായത്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള 10 വർഷം കൊണ്ട് അത് 5 കോടി ലക്ഷത്തിലേക്ക് വർദ്ധിച്ചു. എന്നാൽ കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായോ? കേരളത്തിനൊന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ എന്തുണ്ടായി? വിജയൻ്റെയും വീണ വിജയൻ്റെയും വിവേക് വിജയൻ്റെയും കമലാ